സർ, മോദിയുടെ ജാതകം അതിനി എന്തായിരിക്കും? മോദിയുടെ ജാതകം എന്ന് പറഞ്ഞാൽ മോദി തീരുമാനിക്കുന്നതായിരിക്കും. മോദി തീരുമാനിക്കുന്നതിനപ്പുറം മോദി ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട്, അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കുന്ന ആളായതുകൊണ്ട്, ജനാധിപത്യ സംവിധാനത്തിൽ ഓരോ പൊസിഷനും വരുന്ന ആളായതുകൊണ്ട് ജനങ്ങൾ തീരുമാനിക്കുന്നതാണ് മോദിയുടെ തീരുമാനം. അപ്പോൾ ജനങ്ങൾക്ക് ഗോപ്യമാവുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനം വരുമ്പോഴാണല്ലോ ജനങ്ങൾ ഒരാളെ അവരുടെ നായകനായിട്ട് തീരുമാനിക്കുന്നത്. അതിനപ്പുറം മറ്റൊന്നുമില്ല. ഇനി ജാതകം എന്ന് ഉദ്ദേശിക്കുന്നത്, പലരും പല ജാതകങ്ങളും എഴുതുന്നുണ്ട്. അത് മോദിയുടെ ഒരു 2014 അല്ലെങ്കിൽ അതിനു മുമ്പ് ഈ ഗുജറാത്ത് മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ മോദിയുടെ പ്രവർത്തനം കൊണ്ട്, കാരണം മോദി ഏതാണ്ട് ചെറുപ്പകാലം തൊട്ടേ മോദി സംഘടനാ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏത് കർമ്മത്തിനും അതിൻ്റെ ഫലം ഉണ്ടാവുമല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനകത്ത് സുതാര്യതയും അല്ലെങ്കിൽ പ്രവർത്തനത്തിനകത്ത് നിഷ്കളങ്കമായ സേവനമൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഓരോ പൊസിഷനിൽ വന്നു. അപ്പം അദ്ദേഹം ഓരോ പൊസിഷനിൽ വന്ന് ഇങ്ങനെ മുകളിലോട്ട് കയറുകയും ഒരു അപ്രമാദത്വമൊക്കെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ കെയർ ഓഫ്, അല്ലെങ്കിൽ ഇത് ഇന്നതുപോലെ ഞങ്ങൾ പ്രവചിച്ചതാണ്, ഞങ്ങൾക്കിത് പ്രവചിക്കാൻ കഴിയും എന്നൊക്കെ രീതിയിൽ, അത് ഒരു രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് ആണ് ഈ ജ്യോത്സ്യം എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. മോദി ഒരു വല്ലാത്ത ബ്രാൻഡാണ്. ഇപ്പോൾ ലോകത്തെ ഇപ്പം ഈ ഇലക്ഷന് ശേഷം മോദിക്ക് ഒരു ചെറിയ ഇടിവ് സംഭവിച്ചു എന്ന് പറഞ്ഞ് ആശ്വസിക്കുമ്പോഴും മോദി ലോക നിലവാരത്തിൽ ഒരു വല്ലാത്ത ബ്രാൻഡാണ്. അങ്ങനത്തെ ബ്രാൻഡുകളുണ്ട്. ഞാൻ അതിന് ഉദാഹരണം പറയാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ ഏതോ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്, റൊണാൾഡോ എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ കളിക്കാരൻ. അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ചപ്പോൾ ഈ പരസ്യത്തിന് വേണ്ടി കൊക്കക്കോള അവിടെ വെച്ചു. അപ്പോൾ അദ്ദേഹം ശീതളപാനീയങ്ങൾക്ക് എതിരെ മാറ്റിയും വെച്ചു. അദ്ദേഹം ഈ കൊക്കക്കോള എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചു. കൊക്കക്കോളയുടെ ഷെയർ $5 മില്യൺ കഴിഞ്ഞു അദ്ദേഹത്തിന്. അതായത് അദ്ദേഹത്തിന്റെ ബ്രാൻഡ് വാല്യൂ അത്രയും വലുതാണ്. കാരണം അദ്ദേഹം ചെയ്യുന്നത് അനുകരിക്കാൻ ആൾക്കാരുണ്ട്. അതുപോലെയാണ് മോദിയുടെ ബ്രാൻഡ് വാല്യൂ, ഈ ലോകത്ത് മൊത്തമുള്ള ബ്രാൻഡ് വാല്യൂ. അപ്പം നോക്കുമ്പോൾ നമ്മുടെ ഈ ഇന്ത്യ പോലുള്ളിടത്തും അല്ലെങ്കിൽ കേരളത്തിൽ പോലുള്ളിടത്തും ഈ ജ്യോത്സ്യവും, അല്ലെങ്കിൽ കാക്ക ജ്യോത്സ്യം, തത്ത ജ്യോത്സ്യം, കൈനോട്ടം, ഇതിനൊക്കെ വലിയ അല്ലെങ്കിൽ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ജാതകം ഞങ്ങൾ പ്രവചിച്ചിരുന്നു, ഇന്നതാവും, അല്ലെങ്കിൽ മോദിക്ക് അഖണ്ഡ സാമ്രാജ്യ യോഗമുണ്ട്, മോദി ലോകത്തിലെ ഏറ്റവും വലിയ നേതാവാകും, അല്ലെങ്കിൽ മോദി ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവും എന്നൊക്കെ പറയുമ്പോൾ ഇത് നേരത്തെ ഞാൻ പ്രവചിച്ചിരുന്നതാണ്, മോദിയുടെ ജാതകം ഞാൻ കുറിച്ചിരുന്നതാണെന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ റേറ്റം കൂടും. ഇവരുടെ റേറ്റ് എന്ന് പറയുമ്പോൾ ഇവരുടെ അടുത്തൊക്കെ ആൾക്കാർ ചെല്ലുന്നത് കൂടും. കാരണം ആൾക്കാർ ചെന്ന് ജാതകം എഴുതിക്കുകയും അല്ലെങ്കിൽ സമയം നോക്കിക്കുകയും അല്ലെങ്കിൽ സമയം കുറിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണല്ലോ അവർക്ക് പൈസ കിട്ടുകയും അവരുടെ സംവിധാനങ്ങൾ ഉയരുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു ബ്രാൻഡിങ് ആണ്. അപ്പം മോദിയുടെ ജാതകം എഴുതുന്നു, അല്ലെങ്കിൽ പ്രശസ്തരായിട്ടുള്ള ഈ ആളുകളുടെ ജാതകം എഴുതുന്നു, യോഗിയുടെ ജാതകം എഴുതുന്നു, അപ്പം ഏറ്റവും മോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന അണ്ണാമലയുടെ ജാതകം എഴുതുന്നു. എന്നാൽ അതുപോലെ തന്നെ ഈ പ്രവർത്തനവും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നടത്തുന്ന രാഹുൽ ഗാന്ധിയുടെ ജാതകം എന്താ ആരും ഒന്നും എഴുതാത്തത്? രാഹുൽ ഗാന്ധിയുടെ ജാതകം എന്താ പറയാത്തത്? രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ ഇതേ പ്രവർത്തനം പൊതുരംഗത്ത് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ പൊതുരംഗത്തുള്ള പ്രവർത്തനം ഇപ്പോൾ സക്സസ് ആവുന്നില്ല. അത് അയാളുടെ പ്രവർത്തനത്തിന്റെ കുഴപ്പം കൊണ്ടാവും. അല്ലെങ്കിൽ അദ്ദേഹം പൊതുജനത്തിനോട് പറയുന്ന കാര്യങ്ങൾ പൊതുജനം സ്വീകരിക്കുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ എഴുതി തുടങ്ങും. ഇനിയിപ്പോ ആണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ എഴുതി തുടങ്ങും. അപ്പൊ ഞാനീ പറഞ്ഞത് മോദിയെ ബ്രാൻഡ്, അല്ലെങ്കിൽ മോദിയെ കച്ചവടം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ജാതകം, അല്ലെങ്കിൽ മോദിയെ കച്ചവടം ചെയ്യുന്ന ജാതകം, അത് മോദി വലിയ ആളാവുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ എന്താവും എന്നുള്ള കാര്യം പ്രവർത്തിക്കാതിരിക്കുന്ന ഒരുത്തനാണ്, അല്ലെങ്കിൽ പരാജയപ്പെടുന്ന ഒരുത്തനാണ് ജ്യോത്സ്യമായി തിരക്കി പോകുന്നത്. ഇപ്പം ശ്യാമായാലും ശരി, ശ്യാമിന് ഏറ്റവും മോശമായ അവസ്ഥ വരുമ്പോൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോഴായിരിക്കും സൈഡിൽ തത്തയും കൊണ്ടിരിക്കുന്ന തത്തയെ എടുത്തോട്ട് ഇന്ന് കൈ നീട്ടി കൊടുക്കുന്നത്. കാരണം ഏറ്റവും നല്ല രീതിയിൽ പോകുക ശ്യാമ, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ പിന്നെ ശ്യാമിനൊരു പ്രശ്നവും വിഷയങ്ങളും ഇല്ല, വളരെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ട് പോവുകയും സന്തോഷത്തോടെ ജീവിച്ചു പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വേറൊരാൾ ഒരു കാക്ക ജ്യോത്സ്യക്കാരനെടുത്തോ അല്ലെങ്കിൽ തത്ത ജ്യോത്സ്യക്കാരനെടുത്തോ ഒന്നും കൈ നീട്ടുന്നു. നമ്മുടെ കാര്യത്തിൽ നമ്മൾക്ക് കൺഫ്യൂഷൻ ഉള്ളപ്പോഴാണല്ലോ വേറൊരാളെ കൊണ്ട് നമ്മൾ ഇന്ന കാര്യങ്ങൾ നമുക്കുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വേറൊരാളെ കൊണ്ട് പറയിക്കാൻ ശ്രമിക്കുന്നത്. ആ കാര്യത്തിലാണ് ഇവർ വിജയിക്കുന്നത്. അപ്പോൾ മോദിയുടെ പോലെ ഇത്രയും വലിയൊരു ബ്രാൻഡ് ആയിട്ടുള്ള ഒരാളുടെ ജാതകം ഞങ്ങൾ കുറിച്ചതുപോലെയാണെന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുള്ള ഒരുത്തൻ ഏറ്റവും മുമ്പിൽ ചെല്ലുന്നത്, അല്ലെങ്കിൽ ഇതിന് അടിമപ്പെട്ടിരിക്കുന്നവർ, ഇതിന് വിധേയപ്പെട്ടിരിക്കുന്നവർ, സ്വാധീനപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ഇവരോട് ചെല്ലും. അപ്പം അവരുടെ വരുമാന മാർഗം കൂടുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതാണ് ഈ മോദിയുടെ ജാതകം കൊണ്ട് ഈ ജ്യോത്സ്യന്മാർ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ഈ മോദിയുടെ ഒരു പ്രവർത്തനം അപ്രമാദിത്വം ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവർ ഈ മൊത്തം ഒബ്സർവ് ചെയ്യും. ഒരു മനുഷ്യൻ ചെന്നാലും
അല്ലെങ്കിൽ അല്ലെങ്കിൽ ആര് എന്നാലും ഇവർ ഒബ്സർവ് ചെയ്യുന്ന മോദിയെ വെളിയിൽ നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റുമല്ലോ, വെളിയിൽ നിന്ന് പഠിക്കാൻ പറ്റും. പിന്നെ അപ്പം അദ്ദേഹത്തിന്റെ ഒരു വളർച്ച അല്ലെങ്കിൽ നാളെ കാലത്ത് ഈ പത്രങ്ങളും മാധ്യമങ്ങളും മറ്റൊരു മറിച്ചൊരു ഒക്കെ പറയും നാളെ എന്താവും. അപ്പം അത് എഴുതി വെക്കും. ഈ എഴുതി വെച്ചിട്ട് അത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞതുപോലെ സംഭവിക്കുന്നു എന്ന് പറയും. ഈ പ്രവചനക്കാർ പറയുന്നത് സംഭവിക്കുന്നത് മാത്രം പ്രൊജക്ട് ചെയ്യപ്പെടും. പ്രവചനക്കാർ പറയുന്നത് സംഭവിച്ചില്ലെങ്കിൽ അത് ആരും ശ്രദ്ധിക്കാൻ പോകും. നമ്മൾ നേരത്തെ ഇതുപോലെ വലിയൊരു പ്രവചനം ഉണ്ടായിരുന്നു VS അച്യുതാനന്ദന്റെ കാര്യം. നിങ്ങൾക്കറിയാം, VS അച്യുതാനന്ദന്റെ കാര്യത്തിൽ VS തോക്കുമ്പോൾ പാർട്ടി ജയിക്കുമ്പോൾ VS തോക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ VS തോറ്റു, പാർട്ടി ജയിച്ചു എന്ന് നയനാരായണൻ തോന്നുന്നു മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോഴത്തേനും മനോരമയിലെ ഇതൊരു വലിയ റിപ്പോർട്ടിങ് വന്നു. മനോരമയിലെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ VSന് ഇന്നതുപോലെ ഒരു കാലത്ത് മുഖ്യമന്ത്രിയാകാൻ യോഗമില്ല, ഇന്ന യോഗങ്ങളില്ലാത്ത ജാതകമാണ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഫീച്ചറാകത്ത്. ഒരു വലിയ 2 ഷീറ്റ് നിറയും അദ്ദേഹത്തിന്റെ മലയാള മനോരമ ഇതുപോലെ ഭരണപരമായ നേതൃത്വം വഹിക്കാൻ പുള്ളിക്ക് സാധിക്കില്ല. പാർട്ടി സംവിധാനങ്ങൾ അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ വഹിക്കുന്നതിന്റെ യോഗമേ ഉള്ളൂ. ഈ യോഗം VS തീരുമാനിച്ചു VS മുഖ്യമന്ത്രിയാവണമെന്ന്. അതുകൊണ്ട് VS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അത് VSന്റെ തീരുമാനമാണ്. VS രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലം തൊട്ടേ VSന്റെ തീരുമാനമായിരുന്നു VSന് മുഖ്യമന്ത്രി ആവണമെന്ന്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, നീ എന്താവണോ നീ ആഗ്രഹിച്ചാൽ മതി. നീ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ ശ്യാമണീറ്റിൽ നിന്ന് മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിച്ച പോലെ ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ പുറകെ പോകണം. ആ ഒരു പോയിന്റിലേക്ക് പോകുമ്പോഴാണ് ആയിത്തീരും. അത് തന്നെയാണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോദി എന്താവണമെന്ന് മോദി ആഗ്രഹിച്ചിരുന്നു. മോദി ഒരു നേതൃത്വത്തിൽ വരുന്നതിന് വേണ്ടി മോദി കുറഞ്ഞ കാലം അല്ലെങ്കിൽ ചെറുപ്പകാലം തൊട്ടേ പ്രവർത്തിച്ചു തുടങ്ങി. അപ്പോൾ മോദി ഓരോ പൊസിഷനിൽ വന്നു. മോദി ഓരോ പൊസിഷനിൽ വരുമ്പോൾ ആ വരുന്ന പൊസിഷനിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹം കൂടുതൽ സജീവമാക്കി അല്ലെങ്കിൽ അർപ്പണബോധത്തോടുകൂടി ചെയ്യുമ്പോൾ വീണ്ടും വലിയ പോസ്റ്റുകളിലേക്ക് വന്നു. ഇപ്പോൾ ഇദ്ദേഹത്തിന് പറ്റിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്ത് പ്രവർത്തിക്കാത്ത എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. കർമ്മഫലം എന്നാ പറയുന്നത്. കർമ്മത്തിനകത്ത് മോശം വന്നാൽ ആ കർമ്മഫലം അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുവരെ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി മോദിയുടെ ഗ്രാഫിനകത്ത് താഴ്പോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ജ്യോത്സ്യന്റെയും അല്ലെങ്കിൽ പ്രവചനത്തിനകത്തൊരു കാര്യമില്ല. മോദിയുടെ ഗ്രാഫ് മേപ്പോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ജ്യോത്സ്യന്റെയും ഒരു പ്രവചനത്തിനകത്തൊരു കാര്യമില്ല. നമ്മുടെ ഹിന്ദു ഇതിനകത്ത് ജ്യോത്സ്യത്തെ പറ്റി ഒരു കഥ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ജ്യോത്സ്യത്തിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ ഇതാണ്, മുരുകനാണ്. മുരുകൻ ആണ് ജ്യോത്സ്യത്തിന്റെ ദേവനായിട്ട് ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നത്. അപ്പം അദ്ദേഹം ഇങ്ങനെ ജ്യോത്സ്യം നോക്കിക്കൊണ്ടിരിക്കുക, മനസ്സിലാവും. അപ്പോൾ കൈലാസത്തിലെ പുള്ളി ആണല്ലോ, അവരുടെ വീട് കൈലാസമാണെന്നല്ലോ നമ്മൾ പറയുന്നത്, ശിവനെ പാർവതി കുടുംബമായിട്ട്. അപ്പം ഇദ്ദേഹത്തിന്റെ മുറി അല്ലെങ്കിൽ ഇദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തിന് ജ്യോത്സ്യം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ, ജ്യോത്സ്യം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് കണക്ക്, ദശാംശ കണക്ക് പോലും വ്യത്യാസം വന്നാൽ ജ്യോത്സ്യം തെറ്റുമെന്നാണല്ലോ പറയുന്നത്. വളരെ വലിയ കണക്കുകളിലാകുമ്പോൾ വളരെ നിഗൂഢമായിട്ട് അതിനായിട്ട് ശ്രദ്ധിച്ചിരുന്നാലേ അത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ജ്യോത്സ്യത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് പരമശിവൻ ഇദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് വന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മുറിയിലോട്ട് വന്നപ്പം ഇതിൻ്റെ ശ്രദ്ധയിൽ പരമശിവൻ വന്നത് കണ്ടില്ല. അപ്പോൾ നമ്മുടെ ഒരു അദ്ദേഹത്തിൻ്റെ സങ്കല്പം അനുസരിച്ച് അച്ഛൻ വരുമ്പോഴും അമ്മ വരുമ്പോഴും നമ്മൾ ബഹുമാനിക്കുകയും എണീറ്റ് നിൽക്കുകയും വിനയമായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ. പരമശിവൻ വന്നണക്കെ ഈ മകൻ എണീറ്റ് നിൽക്കാമെന്ന് പരമശിവൻ ദേഷ്യം വന്നു. പരമശിവൻ പറഞ്ഞു, നീ എന്താലോചിച്ചിരിക്കുന്നോ അത് പൂർണ്ണമല്ലാതെ പോട്ടെ. അപ്പോൾ തന്നെ ജ്യോത്സ്യത്തിനകത്ത് എക്സ്ക്യൂസായി, എല്ലാം ശരിയാവണമെന്നില്ല. പറയാൻ മനസ്സില്ല, ജ്യോത്സ്യത്തിനകത്ത് എക്സ്ക്യൂസായി, എല്ലാം ശരിയാവണമെന്നില്ല. ഇനി വേറൊരു കഥയുണ്ട്. വേറെ കഥയെന്ന് പറഞ്ഞാൽ ഒരു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവിൻ്റെ ഒരു മകനുണ്ടാവുന്നു, മനസ്സിലാവുന്നു. ആ രാജ്യത്ത് തന്നെ ആ രാജ്യത്തിൻ്റെ ഒരു 6-നപ്പുറം ഒരു അടിയാൻ്റെ ഒരു കുഞ്ഞുണ്ടാവും. ഈ രാജാവിൻ്റെ മകൻ ജനിക്കുന്നതും അടിയാൻ്റെ കുഞ്ഞ് ജനിക്കുന്നതും ഒരേ സമയം. അപ്പം കൗതുകമാണല്ലോ, രണ്ടുപേരുടെയും ജനനം ഒരേ സമയം. രാജാവിൻ്റെ കുഞ്ഞ് ജനിച്ച അതേ സമയത്ത് തന്നെ അടിയാൻ്റെ കുഞ്ഞ് ജനിക്കുന്നു. അപ്പോഴത്തേന് ആ രാജ്യത്ത് മൊത്തം ശ്രദ്ധ ആകർഷിച്ചു. ഇവർ രണ്ടുപേരും വളർന്നു വരുന്ന കാര്യങ്ങൾ ജനം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. രാജാവിൻ്റെ മകൻ വളർന്നു വന്നു, അവൻ യുവരാജാവായി ആ ഒരവസ്ഥയിലേക്ക് പോയി. അവൻ്റെ സാഹചര്യം അനുസരിച്ച് അവൻ അടുത്ത രാജാവാണത്. മറ്റേ ആളുടെ മകൻ വളർന്നു വന്നു, അയാൾ കൂലിപ്പണിക്കാരനാണ്, അവൻ ആ കൂലിവേല ചെയ്ത് ജീവിച്ചു. അപ്പോഴത്തേന് രാജഗുരുവിൻ്റെ അടുത്ത് തർക്കമായി, രാജാവിൻ്റെ അവിടെ തന്നെ തർക്കമായി. രാജഗുരുവിൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് സംഭവിക്കുന്നത്? അന്നേരം പറഞ്ഞു, അയ്യോ അത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചില കുഴപ്പങ്ങളുണ്ട്. രാജാവിൻ്റെ മകൻ ജനിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു കൈക്കകത്ത്, രാജഗുരു പറഞ്ഞെങ്കിൽ നിങ്ങൾ കൈക്കകത്ത് ഒരു കൈ മുല്ലപ്പൂ എടുത്ത് മേപ്പോട്ട് മണപ്പിക്കുന്ന സമയത്താണ് രാജാവിന്റെ മകൻ ജനിച്ചത്. ആ ശ്വാസം താപ്പോട്ട് പോയ സമയത്താണ് അടിയാന്റെ കുഞ്ഞ്. അപ്പൊ അതിന്റെ എത്രയോ സെക്കൻഡുകളുടെ വ്യത്യാസം. അപ്പൊ ആ വ്യത്യാസത്തിൽ ആണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഇതുപോലെയാണ് ജ്യോത്സ്യം. അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രഗത്ഭനായ ജ്യോത്സ്യം ഉണ്ടായിരുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, മനോരമയിലൊക്കെ പണ്ട് വലിയ നീളമൊന്നും ഇല്ലാത്ത ഷാളും ഒക്കെ ഇട്ടിരുന്നിട്ട് കണ്ടമാനം പൈസ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും ജാതകം എല്ലാവരുടെയും അരയ്ക്ക് ഏലസ് കെട്ടുകയൊക്കെ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. ആരുടെയും പ്രയോജനമൊക്കെ നല്ലത്. ഇപ്പൊ കുറെ അഞ്ചോൽ നമുക്കവിടെ പേരൊന്നും പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ഓട്ടോക്കാരന്റെ കൂടെ അങ്ങ് പോയി.
ഗണിക്കാൻ അറിയാവുന്ന നേരത്തെ ഗണിച്ച് കണ്ടുപിടിച്ചു. മോള് ഓട്ടോക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയി, അവരുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയത്. അപ്പൊ ഇത് ഗണിക്കാൻ അറിയാവുന്ന കണ്ടുപിടിച്ചു. അപ്പം ഈ ജ്യോത്സ്യം എന്നൊക്കെ പറയുന്നത് ഇപ്പം നരേന്ദ്രമോദിയെ ബ്രാൻഡ് ചെയ്ത് അവരുടെ കരിയർ ഉയർത്തുന്നതിന് വേണ്ടി, അതായത് ഇത്രയും ഒരു നല്ല ബ്രാൻഡ്, അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിന്റെ ജാതകം എഴുതിയത് ശരിയാണെന്ന് പറയുമ്പോൾ അത് അതിന്റെ ഒരു ആ ജ്യോത്സ്യന്റെ അയാൾ തന്നെ ബ്രാൻഡ് ചെയ്യാണ്. അപ്പൊ അതിനപ്പുറം ഈ ജ്യോത്സ്യത്തിനോ അല്ലെങ്കിൽ തത്ത ജ്യോത്സ്യത്തിനോ കാക്ക ജ്യോത്സ്യത്തിനോ അല്ലെങ്കിൽ മുഖസ്തുതി പറയുന്നതിനോ തോന്നുക. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ മുഖലക്ഷണം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ മറ്റുള്ള ആൾക്കാരെ നിർത്തി എങ്ങനെ ഈ മുഖലക്ഷണം പറയാൻ നോക്കും? നിങ്ങളുടെ ചെവി പോലാണോ ആഫ്രിക്കക്കാരൻ്റെ ചെവി ഇരിക്കുന്നത്? നിങ്ങളുടെ ചെവി പോലാണോ സാഹിബിന്റെ ചെവി ഇരിക്കുന്നത്? നിങ്ങളുടെ മൂക്ക് പോലാണോ അല്ലെങ്കിൽ മറ്റു? അപ്പൊ ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം ഉള്ള ജനങ്ങൾ എല്ലാ പദവിയിലും ഉള്ളവരുണ്ടല്ലോ, വിവിധ പദവികൾ വഹിക്കുന്നവരുണ്ടല്ലോ. റഷ്യക്ക് പ്രസിഡന്റ് ഇല്ലയോ? അല്ലെങ്കിൽ ജപ്പാൻ പ്രസിഡന്റ് ഇല്ലയോ? റഷ്യൻ പ്രസിഡന്റ് മൂക്ക് പോലാണോ ജപ്പാൻ പ്രസിഡന്റ് മൂക്കിരിക്കുന്നത്? അല്ലെങ്കിൽ ജപ്പാൻ പ്രസിഡന്റ് മൂക്ക് പോലാണോ നരേന്ദ്രമോദിയുടെ മൂക്കിരിക്കുന്നത്, അല്ലെ ചെവി ഇരിക്കുന്നത്? അപ്പം ലക്ഷണശാസ്ത്രം എങ്ങനെ ശരിയാവുന്നത്? അതായത് ഏറ്റവും സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് കർമ്മം ചെയ്യുന്നു അതിന്റെ ഫലം കിട്ടും. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ജ്യോത്സ്യം നോക്കുന്നവരെ ഓടിച്ചിട്ട് അടിക്കണമെന്നാണ് പറഞ്ഞത്. മനസ്സിലായത്? അതായത് കർമ്മയോഗം, ഇതിന് ഗീതയെ പറയുന്ന പോലെ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്, കർമ്മം ചെയ്യുന്നതിന് ഫലം ഉണ്ടാവും. അപ്പൊ കർമ്മയോഗം എന്ന് പറയുന്ന ഗീത എന്ന് പറയുന്നത് പറഞ്ഞാൽ ഒരു ഉപദേശമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ വിജയം കൈവരിക്കാം, അതിന് ഏതൊക്കെ രീതിയിൽ നമ്മൾ ജീവിച്ചാൽ മതിയാവും, നമ്മുടെ കർമ്മ ഏതൊക്കെ രീതിയിൽ കൊണ്ടുപോകണം, അതിനകത്തൊരു അർത്ഥമുണ്ട്. അവിടെ ജോലി ചെയ്യുന്നു, ഇപ്പം അദ്ദേഹം ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലി ഏറ്റവും കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും നല്ല റിസൾട്ട് വരുന്നത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്ന് ആലോചിക്കുന്നതിന് അതിനൊരു മാർഗരേഖ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ തന്നെത്താനെ ആലോചിച്ച് ചെയ്യാൻ പറ്റും. അപ്പം അല്ലാതെ ഒരാളുടെ ജാതകം അയാൾ കുറിക്കുന്നതിനപ്പുറം വേറൊരാൾക്കും കുറിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലായില്ലേ? അത് ഏത് ജ്യോത്സ്യനാണെന്ന് പറഞ്ഞാലും ആരാണെന്ന് പറഞ്ഞാലും ഇപ്പം നരേന്ദ്രമോദിയുടെ ജാതകം വലിയ ഹൈപ്പിൽ പോകുമെന്ന് പറഞ്ഞല്ലോ, 400 സീറ്റിനകത്ത് അധികാരത്തിൽ വരും, അല്ലെങ്കിൽ ഈ പ്രാവശ്യം അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞല്ലോ. നരേന്ദ്രമോദി കേവല ഭൂരിപക്ഷം BJPക്ക് ഒറ്റയ്ക്കില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ ജ്യോത്സ്യം പറഞ്ഞ ആള് ചക്രവർത്തി യോഗമോ അല്ലെങ്കിൽ വേറെ അഖണ്ഡ യോഗമോ ഏതെങ്കിലും അണ്ണാകുണ്ണ യോഗമോ ഒക്കെ പറയുന്നുണ്ടല്ലോ, ഇതൊന്നും വന്നില്ലല്ലോ. അപ്പം ഇതുമാതിരി ജ്യോത്സ്യം പറയുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രവചനം നടത്തുന്നതും ഒക്കെ അവനോ വലിയ ആൾക്കാരെ അതിന് ഉപയോഗിക്കുന്നത് അവനവൻ്റെ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ്. ഇത് ശുദ്ധ തട്ടിപ്പാണ്. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾക്കകത്ത് വിശ്വസിക്കരുത്. ഇത് അവരുടെ ഒരു ഉപജീവന മാർഗം എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റൂ. പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.